ബ്രഹ്മമുഹൂർത്തം എന്ന് പറയുമ്പോൾ പലർക്കും തോന്നുന്നത് അതൊരു പുരാതന ആചാരമാണോ, യോഗികൾ ചെയ്യുന്ന ഏതോ പ്രത്യേക സമയമാണോ എന്നുള്ളതായിരിക്കും. പക്ഷേ സത്യം അങ്ങനെയല്ല. ബ്രഹ്മമുഹൂർത്തം മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും സ്വാഭാവികമായൊരു സമയമാണ്. അതൊരു പ്രത്യേക മതത്തിൻ്റെ സമയമല്ല, ഒരു ഗുരുക്കളുടെ ആചാരമല്ല. നമ്മുടെ ശരീരവും പ്രകൃതിയും ഒന്നിച്ചുകൂടി സൃഷ്ടിച്ച ഒരു ദിവ്യ നിമിഷമാണ്. ലോകം ഉറക്കം പിടിക്കുന്ന ആ സമയത്ത് ഒരു നിമിഷം പോലും ശബ്ദമില്ലാത്ത ആ രാവ് പകൽ മാറുന്ന നിശബ്ദതയിൽ പ്രകൃതിയുടെ സ്പന്ദനം ഏറ്റവും ശുദ്ധമായ അവസ്ഥയിൽ എത്തുന്നു. ആ സമയത്ത് നമ്മുടെ മനസ്സ് വെള്ളം പോലെ തെളിഞ്ഞതും സ്വീകാര്യവുമായിരിക്കും. അതാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ സവിശേഷത. നിങ്ങൾ ഒരിക്കൽ ആ സമയം കണ്ണു തുറന്നു നോക്കൂ. ഒരു വലിയതായ ജാഗ്രത നിങ്ങളുടെ ഉള്ളിൽ ഉയരുന്നത് നിങ്ങൾക്ക് തന്നെ തോന്നും. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ ഉണരുന്നത് എന്തിനാണ്? ബഹളം, വാട്സപ്പ് നോട്ടിഫിക്കേഷൻ, അലാറം, ഫോൺ, സോഷ്യൽ മീഡിയ, എനിക്ക് ചെയ്യാനുള്ള പണി, എനിക്ക് പോകേണ്ട ഇടം, ഇങ്ങനെ എല്ലാത്തിനും ഇടയിൽ ഒരു പ്രഭാതം പോലും നമ്മുടെ സ്വന്തമാകാറില്ല. നാം എല്ലാവരും ദിവസത്തെ അനുഭവിക്കാൻ തുടങ്ങുന്നതിന് മുൻപേ അതിൻ്റെ അടിമയായി മാറുകയാണ്. പക്ഷേ ബ്രഹ്മമുഹൂർത്തം അതിൻ്റെ വിപരീതമാണ്. അവിടെ സമയം നമ്മോട് സംസാരിക്കാനാണ് വരുന്നത്. നിമിഷങ്ങൾ നമ്മെ ശാന്തമാക്കാനാണ് ശ്രമിക്കുന്നത്. എന്തെങ്കിലും ചിന്തിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു മിനിറ്റ് പോലും നമ്മെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടുപോകും. ബ്രഹ്മമുഹൂർത്തത്തിൽ 5 മിനിറ്റ് ഇരിക്കുന്നത് പോലും ജീവിതത്തെ മാറ്റുന്നുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. കാരണം ആ സമയത്ത് നമ്മൾ ഒരു സ്വപ്നാവസ്ഥയിലാണ്. പക്ഷേ പൂർണ്ണമായ ബോധത്തോടെ ഈ സമയത്ത് നിങ്ങൾ ചിന്തിക്കുന്ന ചിന്തകൾ, നിങ്ങൾ പറയുന്ന പ്രാർത്ഥനകൾ, നിങ്ങൾ ഉണ്ടാക്കുന്ന ആഗ്രഹങ്ങൾ, അവ എല്ലാം മനസ്സിൻ്റെ ആഴങ്ങളിൽ പതിയുകയാണ്. സകല വികാരങ്ങളും ശാന്തമാണപ്പോൾ. ബുദ്ധി തെളിഞ്ഞതാണ്. ചിന്തകൾക്ക് ശക്തി കൂടിയിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നിങ്ങൾ ലോകത്തോട് ചോദിക്കുന്ന ഓരോ പ്രാർത്ഥനയും, നിങ്ങൾക്ക് വേണ്ട ഓരോ ജീവിതവും കൂടുതൽ വേഗത്തിൽ തന്നെ നിങ്ങളിലേക്ക് എത്തും. പുരാതന ഗ്രന്ഥങ്ങൾ എല്ലാം പറയുന്നത് എന്താണ്? ഒരു മനുഷ്യൻ തൻ്റെ ജീവിതം മാറ്റണമെങ്കിൽ ആദ്യം മാറ്റേണ്ടത് അവൻ്റെ പ്രഭാതശീലമാണ്. പ്രഭാതം ആരെ സ്വീകരിക്കുന്നു? ഉണർന്നവരെയാണ് സ്വീകരിക്കുന്നത്. നേരത്തെ എഴുന്നേൽക്കുന്നവരെ, മനസ്സിനെ ശാന്തമാക്കി ദിവസം തുടങ്ങുന്നവരെയാണ്. ബ്രഹ്മമുഹൂർത്തത്തിലെ ആ ശുദ്ധമായ വായു, അതിൻ്റെ ശാന്തത, അതിൻ്റെ ദിവ്യത. അപ്പോൾ ഇതെല്ലാം, ഈ സമയം നിങ്ങൾ ചെയ്യുന്നത് ഏത് ചെറിയ കാര്യവുമാകട്ടെ, അതിന് നോർമൽ സമയത്തെക്കാളിലും 3 മടങ്ങ് 5 മടങ്ങ് വരെ എനർജി ലഭിക്കുന്നു. അതുകൊണ്ടാണ് പലർക്കും ഈ സമയം ജീവിതത്തെ വളരെയധികം മാറ്റുന്നതായി തോന്നുന്നത്. ചിലർ ചോദിക്കും, എനിക്ക് ഉറക്കം വരും, എങ്ങനെ ഇത് സാധിക്കും? അപ്പോൾ അത് ബ്രഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുന്നതിന് ശക്തിക്കുള്ള ഒരു പരീക്ഷണമല്ല, പക്ഷേ അത് നിങ്ങൾക്കുള്ള ഒരു സമ്മാനമാണ്. തുടക്കം 5 മിനിറ്റ് മാത്രം മതിയാകും. ദിവസങ്ങൾ കഴിഞ്ഞ് അത് 10 ആകും, 15 മിനിറ്റ് ആകും. പക്ഷെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്കുള്ളിൽ നടക്കുന്ന മാറ്റങ്ങളാണ് വലുത്. ഒരു വലിയ ശാന്തതയുണ്ടാകും. ഈ സമയത്ത് നിങ്ങൾ ഫോൺ എടുക്കാതിരിക്കുക, സോഷ്യൽ മീഡിയ ഒഴിവാക്കുക. നിങ്ങളുടെ ഉള്ളിൽ ചെറുതായി നിൽക്കുന്ന ആ നിശ്ചലതയെ കേൾക്കാൻ ശ്രമിക്കുക. ഒരു ഡീപ്പ് ബ്രീത്ത് എടുക്കുക. മിണ്ടാതെ നിങ്ങളുടെ ഉള്ളിലേക്കൊരു യാത്ര തുടങ്ങുക. നിങ്ങളുടെ ശ്വാസത്തിൻ്റെ ശബ്ദം മാത്രം കേട്ടാൽ മതി. അതിന് പിന്നാലെ നിങ്ങൾ മുന്നോട്ടു പോകും. ബ്രഹ്മമുഹൂർത്തം ആത്മീയതയ്ക്കുള്ള സമയമായിട്ടാണ് പലരും പറയുന്നത്. പക്ഷേ സ്പിരിച്വൽ എന്നതിന് അതുമാത്രം അർത്ഥമില്ല. അതിൽ ഫെയ്ത്തുണ്ട്, ഡിവോഷനുണ്ട്. എന്നാൽ അതിനേക്കാൾ അധികം ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്താണ് തേടുന്നത്? നിങ്ങൾ എന്താണ് ഒഴിവാക്കുന്നത്? നിങ്ങൾക്കുള്ളിലെ ഏത് വേദനയാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്? ഈ എല്ലാം ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരങ്ങൾ കിട്ടാൻ പറ്റുന്ന സമയം അതാണ്. കാരണം അപ്പോൾ ആ സമയത്ത് ബ്രെയിൻ അലേർട്ടാണ്, ഹേർട്ട് കാമാണ്, മൈൻഡ് റെസ്പെക്റ്റീവാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ ശബ്ദം തന്നെ കേൾക്കാൻ സമയമാണ്. ആ ഒരു പ്രത്യേക സമയമാണത്. ലോകത്തിൻ്റെ എനർജി അത് ഒരുപോലെ വിസ്തരിച്ച് നിൽക്കുകയാണ്. ചിലർ പ്രാർത്ഥന ചെയ്യാം, ചിലർ യോഗ, ചിലർ മെഡിറ്റേഷൻ, ചിലർ വായിക്കും, ചിലർ ശാന്തമായി ഇരിക്കുന്നത് പോലും മതി. ഇതിൽ എന്ത് ചെയ്താലും ആ എനർജി നിങ്ങളുടെ ജീവിതത്തെ ഒരു പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ ഒന്നും ചെയ്യാതിരുന്നാലും ആ ബ്രഹ്മമുഹൂർത്തത്തിൽ 10 മിനിറ്റ് ഉണർന്നിരിക്കുന്നത് പോലും മനസ്സിനെ റീസെറ്റ് ചെയ്യും. ജീവിതം പലപ്പോഴും നമ്മെ ചുറ്റിയടിക്കുന്നുണ്ട്, പല കാരണങ്ങൾ കൊണ്ട്. ചില ദിവസങ്ങളിൽ നമുക്ക് എല്ലാ ബുദ്ധിമുട്ടും ഉണ്ടാകും. പക്ഷേ അതെല്ലാം നമ്മളെ തകർത്ത് കളയുന്നില്ല. നമ്മെ മാറ്റാൻ ആളാണ് അത് വരുന്നത്. മാറ്റാനുള്ള ആളായിട്ടാണ് അത് വരുന്നത്. നിങ്ങളത് മനസ്സിലാക്കാൻ കഴിയുന്ന സമയം ബ്രഹ്മമുഹൂർത്തമാണ്. കാരണം അപ്പോൾ നിങ്ങളാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഡ്രൈവർ. അതിനല്ലാതെ മറ്റാരും നിങ്ങളെ ഡിസ്റ്റർബിങ് ചെയ്യാൻ പറ്റില്ല. നോട്ടിഫിക്കേഷൻസ് ഇല്ല, ഫോണില്ല, എക്സ്പെക്റ്റേഷൻ ഇല്ല. അത് നിങ്ങളുടെയും നിങ്ങളുടെ ആത്മാവിൻ്റെയും ഒരു നിമിഷം മാത്രമാണ്. ഈ ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ ഒരു വലിയ ശക്തി ഗ്രാറ്റിറ്റ്യൂഡാണ്.
ഒരിക്കൽ നിങ്ങൾ ആ സമയത്തിരുന്ന് മനസ്സ് ശാന്തമാക്കി എനിക്കിതുവരെ കിട്ടിയ ജീവിതത്തിനും ഇനിയുള്ള ദിവസത്തിനും നന്ദി എന്ന് മനസ്സിലൂടെ പറഞ്ഞാൽ നിങ്ങൾ കാണും ആ ദിവസത്തിൻ്റെ എനർജി തന്നെ മാറുകയാണ്. കാരണം നന്ദി പറയുന്ന ഹൃദയത്തിൽ നെഗറ്റിവിറ്റി തുടരണം എന്നില്ല. അത് അവിടെ ഉണ്ടാവില്ല, അത് സ്വയം പോകും. തിരിച്ചൊരു കാര്യം നിങ്ങൾ ഓർക്കണം, ഇത് പ്രായം നോക്കിയുള്ള ഒരു കാര്യമല്ല. 20 വയസ്സുകാരനും ചെയ്യാം, 50 വയസ്സുകാരനും ചെയ്യാം. മനസ്സിലൊരു ശക്തി ഉണ്ടെങ്കിൽ ഒരാൾക്ക് കഴിയാത്തതായിട്ടൊന്നുമില്ല. നിങ്ങൾ ഇന്ന് തന്നെ 15 മിനിറ്റ് എഴുന്നേറ്റ് ഒന്ന് നോക്കൂ. 2 ദിവസം, 3 ദിവസം, 4 ദിവസം, ഒരാഴ്ച കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും എനിക്കെന്തോ ഒരു മാറ്റം സംഭവിക്കുകയാണ് എന്ന്. ആ മാറ്റം വലിയതല്ലെങ്കിലും അത് ജീവിതത്തിൻ്റെ ഒരു ദിശ നോക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് ആ മാറ്റം കൊണ്ട് നമ്മൾക്ക് മനസ്സിലാകും. അതാണ് ഏറ്റവും പ്രധാനമായ കാര്യം. ഈ ലോകം മുഴുവൻ ശബ്ദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുമ്പോൾ ഈ ബ്രഹ്മമുഹൂർത്തം നിങ്ങളെ ശാന്തതയിലേക്ക് കൊണ്ടുവരുന്ന ഒരേ ഒരു അവസരമാണ്. അതിനെ നഷ്ടപ്പെടുത്താതെ നോക്കൂ കൂട്ടുകാരെ. നിങ്ങൾക്ക് ആവശ്യമുള്ള ആൻസറുകൾ, സൊല്യൂഷൻസുകൾ, ക്ലാരിറ്റികൾ, പീസ്ഫുള്ളായ സന്ദർഭങ്ങൾ ഇതെല്ലാം ഇതിനകം തന്നെ നിങ്ങളുടെ ഉള്ളിലാണ് എന്ന് മനസ്സിലാകും. പക്ഷേ അവയെ കേൾക്കാനുള്ള സമയം നിങ്ങൾക്കില്ല. ബ്രഹ്മമുഹൂർത്തം നിങ്ങൾക്ക് ആ സമയമാണ് കൊടുക്കുന്നത്. ജീവിതം ലളിതമായി മനോഹരമാക്കാൻ വലിയ കാര്യങ്ങളൊന്നും വേണ്ട. ഒരു ചെറിയ പ്രഭാതശീലം, ഒരു ചെറിയ നിശ്ചലത, ഒരു ചെറിയ ഒരു എന്താ പറയുക ഇൻട്രസ്പെക്ഷൻ ഒക്കെ മതി. പിന്നെ ഓരോ ദിവസവും നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചു തുടങ്ങും, എനിക്ക് ഇന്നെന്താണ് ചെയ്യേണ്ടത്. ആ നിമിഷം മുതൽ നിങ്ങൾ മറ്റൊരാളല്ല, നിങ്ങളുടെ തന്നെ വഴിയറിയുന്ന ഒരാളായിട്ട് മാറും. ഇതാണ് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ മാധുര്യമെന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ ശക്തി, ഇതാണ് അതിൻ്റെ ഒരു ദൈവീകത. അപ്പോൾ എല്ലാവരും ബ്രഹ്മമുഹൂർത്തത്തെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോയിൽ കാണാം.